മൂവാറ്റുപുഴ നഗരത്തിൽ നായയുടെ ആക്രമണം 4 വാർഡുകളിലായി ഒരു അന്യസംസ്ഥാന തൊഴിലാളി ഉൾപ്പെടെ 9 പേർക്ക് പരിക്കേറ്റു. സ്വകാര്യ വ്യക്തിയുടെ വളർത്തുനായയാണ് ആക്രമണം നടത്തിയതെന്നും നടപടിയിൽ കളക്ടർ തീരുമാനമെടുക്കണമെന്നും നഗരസഭ അറിയിച്ചു. മൂവാറ്റുപുഴ നഗരസഭയിലെ 3, 4, 5, 8 വാർഡുകളിലാണ് രാവിലെ നായയുടെ വ്യാപകമായ ആക്രമണമുണ്ടായത്. കുട്ടികൾ ഉൾപ്പെടെ 9 പേർക്ക് നായയുടെ കടിയേറ്റു. അമ്പലത്തിൽ പോയവരും മദ്രസയിൽ പോയി മടങ്ങി വരികയായിരുന്ന കുട്ടികൾക്കും ജോലിക്കായി ഇറങ്ങിയവർക്കുമാണ് നായയുടെ ആക്രമണം നേരിടേണ്ടി വന്നത്. പുളിഞ്ചോടുകാവിലെ ജംഗ്ഷനിൽ നിന്ന് ആ ഉള്ളിലേക്കുള്ള വഴിക്ക് വന്നിട്ട് ഇങ്ങോട്ട് നമ്മുടെ തൃക്കയിലേക്ക് വരുന്ന വഴിക്ക് വരുമായിരുന്നു. ജംഗ്ഷൻ ഇങ്ങോട്ട് ഡൈവേർട്ട് ചെയ്യാൻ നേരത്ത് പട്ടിയല്ല വരുന്നുണ്ട്. എന്റെ ചാടി കാലെ കടിച്ചു. ആ പട്ടി എന്ന് പറഞ്ഞപ്പോ എന്റെ കയ്യെ കടിച്ചു തൂങ്ങിയോണ്ടാണ് ഇപ്പൊ ഇത്രയും കീറിപ്പോയത്. നമുക്കറിയില്ല ഇത് കടിക്കാൻ വരുക എന്നുള്ളത്. പരിക്കേറ്റവരെല്ലാം മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. ആദ്യം തെരുവുനായാണെന്ന് സംശയിച്ചെങ്കിലും പിന്നീട് സ്വകാര്യ വ്യക്തിയുടെ വളർത്തുനായാണ് ആക്രമണം നടത്തിയതെന്ന് നഗരസഭ അറിയിച്ചു. വിവരം നഗരസഭ അറിഞ്ഞ ഉടനെ തന്നെ തെരുവുനായാണ് എന്നുള്ള ധാരണയിലാണ് ആദ്യം മുന്നോട്ട് പോയത്. പരിക്കേറ്റ മുഴുവൻ ആളുകൾക്കും സൗജന്യമായ ചികിത്സ താലൂക്ക് ആശുപത്രിയിൽ നഗരസഭ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് അതൊരു സ്വകാര്യ വ്യക്തി വളർത്തിക്കൊണ്ടിരുന്ന നായയാണ് എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഏതായാലും ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ട് തുടർ ക്രമീകരണങ്ങൾ എന്ത് എന്ന് ആരാഞ്ഞിട്ടുണ്ട്. ജില്ലാ കളക്ടറുടെ നിർദ്ദേശാനുസരണം തുടർ നടപടി നഗരസഭ സ്വീകരിക്കും. അതേസമയം നായയെ പിടികൂടാനാകാത്തത് വലിയ ആശങ്കയാണ് ജനങ്ങൾക്കിടയിൽ ഉയർത്തിയിരിക്കുന്നത്. നഗരസഭ അധികൃതരുടെ അറിയിപ്പിനെ തുടർന്ന് കോട്ടയത്ത് നിന്നും നായയെ പിടിക്കുന്നതിനുള്ള സംഘത്തെ എത്തിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി.